നമസ്കാരം. ധീരതയ്ക്ക് പ്രതിഫലം വേണ്ട, പക്ഷെ അംഗീകാരമെങ്കിലും വേണ്ടേ? മാത്യു കുഴൽനാടനെ വെട്ടിനിരത്തുമ്പോൾ കോൺഗ്രസ് ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസഭയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന ചർച്ചയിൽ കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു പേരാണ് മാത്യു കുഴൽനാടൻ്റേത്. പക്ഷേ മന്ത്രിസഭാ ചർച്ചകളിൽ നിന്ന് ആ പേര് ബോധപൂർവം വെട്ടിമാറ്റപ്പെടുന്നത് കാണുമ്പോൾ ജനത്തിൻ്റെ ചോദ്യം ഇത് വെറും ഒരു ഒഴിവാക്കലല്ല, മറിച്ച് നട്ടലുള്ള രാഷ്ട്രീയത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് പേടിയാണോ എന്നാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയത് കുഴൽനാടനാണ്. വിജിലൻസ്, പോലീസ്, റവന്യൂ എല്ലാ വകുപ്പുകളെയും ഉപയോഗിച്ച് ഇടതുപക്ഷ സർക്കാർ വ്യക്തിഹത്യ നടത്തിയിട്ടും ഒരടി പിന്നോട്ട് പോയില്ല. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വേട്ടയാടപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. 2021 വെറും 7071 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച മാത്യു കുഴൽനാടൻ ഇന്ന് 2026 മൂവാറ്റുപുഴക്കാർ നൽകിയ ഭൂരിപക്ഷം 42,829 വോട്ടുകളാണ്. വോട്ട് വീതം ഏകദേശം 60 മുതൽ 70% കുതിച്ചുയർന്നു. 42,829 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നത് വെറും നമ്പറല്ല, ജനങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റാണ്. അതിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നത് വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വികസന കാര്യങ്ങളിലും ജനകീയതയിലും കുഴൽനാടൻ കാട്ടിയ മികവിനും ഭരണകൂട വേട്ടയാടലിനും ജനങ്ങൾ നൽകിയ ഏറ്റവും ശക്തമായ മറുപടിയായിരുന്നു ഈ വോട്ട് വർധനവ്. മാത്യു കുഴൽനാടൻ ഒരു വിശുദ്ധനാണെന്ന വാദമൊന്നും ആർക്കുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് പലർക്കും വിയോജിപ്പുകളുമുണ്ട്. KC വേണുഗോപാലിനെ അന്ധമായി പിന്തുണച്ചതും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി മാറിയതും അണികളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. മുന്നണി മര്യാദകൾ ലംഘിച്ച് ഘടകകക്ഷികൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെ നടത്തിയ അനാവശ്യ പ്രസ്താവനകൾ ഉണ്ടാക്കിയ പുകലുകൾ ചെറുതുമല്ല. ഒരു വശത്ത് മുന്നണിക്ക് വേണ്ടി പോരാടുമ്പോൾ തന്നെ മറുവശത്ത് ഇത്തരം അനാവശ്യ വെടിക്കെട്ടുകൾ, ആ വെടിക്കെട്ടുകൾ കൊണ്ട് മുന്നണിക്ക് തന്നെ തലവേദന സൃഷ്ടിച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നത് ശരിയല്ല. സാമുദായിക സന്തുലനം, സീനിയോറിറ്റി, മുന്നണി സമവാക്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചാലും കുഴൽനാടന് യോഗ്യതക്കുറവൊന്നുമില്ല. കേസ് നടത്തി ഇടതുപക്ഷ മുന്നണിയെ വിറപ്പിച്ചവനെ, സ്വന്തം മുന്നണിയിലെ തെറ്റുകളെ പോലും വിരൽ ചൂണ്ടി കാണിച്ചവനെ മന്ത്രിയാക്കിയാൽ നാളെ തങ്ങളെയും ചോദ്യം ചെയ്യുമെന്ന ഭയം നേതാക്കൾക്കുണ്ടോ? ഒരു മികച്ച അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനം ഭരണത്തിലും പ്രതിഫലിക്കേണ്ടതായിരുന്നു. അത് പ്രയോജനപ്പെടുത്തണമായിരുന്നു. പ്രതിപക്ഷത്തിരുന്ന് ചോര നീരാക്കി പോരാടിയവരെ അധികാരം കിട്ടുമ്പോൾ കറിവേപ്പലയാക്കിയാൽ നാളെ ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ആർക്കും ധൈര്യപ്പെടില്ല. വീഴ്ചകളും പോരായ്മകളും തിരുത്തിച്ച് അനാവശ്യ പ്രസ്താവനകൾക്ക് കടിഞ്ഞാണിട്ട് അദ്ദേഹത്തിൻ്റെ മിടുക്കിനെ ഭരണത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെട്ടിനിരത്തിയാൽ പോരാളികൾ ഇല്ലാതാകില്ല, കൂടുതൽ കരുത്തുള്ള പടനായകരുണ്ടാകും.